ഇന്ന് പാർലമെന്റിൽ രാജ്യസഭയിൽ ഭരണഘടനയിന്മേലുള്ള ചർച്ച നടക്കുന്നൊരു സമയമാണ്. ഇതിൽ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. ഭരണഘടന ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഭരണഘടന രൂപീകൃതമായതിൻ്റെ ഈ 75-ാം വർഷത്തിൽ അത് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുകയാണ്. ഭരിക്കുന്നവർ തന്നെ അതിൻ്റെ മൂല്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പാർലമെൻറ്റിൽ അതിന്മേലുള്ള ചർച്ചകൾ നടക്കുന്നത്. അതിന് പലപ്പോഴും ഈ ഭരണഘടനാ ധ്വംസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഭരണഘടനയെ പുകഴ്ത്തിപ്പാടുന്നത് പാർലമെൻറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതും വളരെ കൗതുകകരമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും രാജ്യസഭയിൽ ഇന്ന് ചർച്ച നടക്കും. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ലോക്സഭയിൽ ഭരണഘടനാ ചർച്ച നടന്നിരുന്നു. ഒപ്പം തന്നെ ഈ ചർച്ച ഒരു വഴിക്ക് നടക്കുമ്പോൾ തന്നെ അദാനി, ഒപ്പം തന്നെ സംഭൽ, മണിപ്പൂർ വിഷയങ്ങൾ വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ലോക്സഭയിൽ. ഇന്നിപ്പോൾ രാജ്യസഭയിലേക്ക് വരുമ്പോഴാണെങ്കിൽ ജഗദീപ് ധൻഖർ, രാജ്യസഭാ അധ്യക്ഷൻ, ഉപരാഷ്ട്രപതി, അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷത്തിനെതിരായ നിലപാടുകൾ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് രാജ്യസഭയിൽ കണ്ടതാണ്. അപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് സിബിയാണ് ദില്ലിയിൽ നിന്ന് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി ചേരുന്നത്. സിബിയോട് ചോദിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. സിബി, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. സിബി, ഇപ്പോൾ ഈ ഭരണഘടനയിന്മേലുള്ള ചർച്ചയാണല്ലോ ലോക്സഭയിൽ നടന്നു, ഇപ്പോൾ രാജ്യസഭയിൽ ഈ ചർച്ച നടക്കുമ്പോൾ ഈ ഭരണഘടന അനുശാസിക്കുന്ന ഒരുപാട് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലമുണ്ട്. ഇപ്പോൾ രാജ്യസഭയിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അനുവദിക്കാത്ത ഒരു അധ്യക്ഷനെ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രതിപക്ഷത്തിൻ്റെ വാ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്ന സഭാധ്യക്ഷനെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ സഭാധ്യക്ഷനും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ മുഖാമുഖം നിൽക്കുന്ന സമയത്താണ് ഭരണഘടനയും അത് നൽകുന്ന അവകാശങ്ങളെയും കുറിച്ച് ഇതേ രാജ്യസഭ ചർച്ച ചെയ്യാൻ പോകുന്നത്. മനു, തീർച്ചയായും എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ശബ്ദിക്കാൻ ലഭിക്കുന്ന ഒരു അവസരമാണ് ഈ ഒരു ഭരണഘടനാ ചർച്ച എന്ന് പറയുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെയും ഒരു അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവന്നാലും അത് ചർച്ച ചെയ്യാൻ അനുവദിക്കാറില്ല. ഇന്ന് പക്ഷേ ഈ ഒരു ഭരണഘടനാ മേൽ ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായും ഈ രാജ്യസഭാ അധ്യക്ഷൻ്റെ പക്ഷപാതപരമായ നിലപാട് അടക്കമെല്ലാം തന്നെയും ഇതെല്ലാം ഭരണഘടനാ മൂല്യങ്ങൾ നശിപ്പിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടെല്ലാം തന്നെയും ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും വലിയ തോതിലുള്ള പ്രതിഷേധം എല്ലാം തന്നെ ഉയരുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ലോക്സഭയിലും സമാനമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ലോക്സഭയിലാകട്ടെ BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി അടക്കമെല്ലാം തന്നെയും ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കാലവും നെഹ്റു കുടുംബത്തിൻ്റെ കുടുംബാധിപത്യവും അടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയെങ്കിൽ ഇവിടെ തിരിച്ച് പ്രതിപക്ഷം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അദാനി വിഷയവും സംഭൽ വിഷയവും അടക്കമുള്ള നിരവധി കാര്യങ്ങളാണ് സംസാരിച്ചത്. ഈ വിഷയങ്ങളെല്ലാം തന്നെ സംസാരിക്കുമ്പോൾ ഇത് ഭരണഘടനയുമായി ബന്ധമുള്ളതല്ല എന്ന് ലോക്സഭാ സ്പീക്കർ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഈ കൂടെ നീതി നിഷേധവും സംസാരിച്ച് പോകണമെന്നൊരു നിലപാടാണ് പ്രതിപക്ഷം എടുത്തത്. എന്തായാലും സ്വാഭാവികമായും ഒരു രാജ്യസഭയിലേക്ക് വരുമ്പോൾ ഈ വിഷയമെല്ലാം തന്നെയും ചർച്ച ചെയ്യുന്നത് മാത്രമല്ല അവിടെ രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരെ തന്നെ അദ്ദേഹം തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വലിയ ആരോപണങ്ങളെല്ലാം തന്നെയും പ്രത്യാരോപണം എല്ലാം തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു ഭരണഘടനാ ചർച്ച നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യസഭ പല സമയത്തും തടസ്സപ്പെടുകയും പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ ഒരു അവസരം ലഭിക്കുകയാണ് ഈ ഒരു ഭരണഘടനാ ചർച്ച എന്ന് പറയുന്നത്. സ്വാഭാവികമായും ആ ഒരു സമയം പ്രതിപക്ഷം നല്ല രീതിയിൽ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം തന്നെ ഇന്നിപ്പോൾ ലോക്സഭയിൽ മറ്റു നടപടിയില്ല. ഇന്നിപ്പോൾ ചില അനുബന്ധ പദ്ധതികളിലെല്ലാം തന്നെയും ചില ഗ്രാൻറ്റുകളുമായി ബന്ധപ്പെട്ട് ധനമന്ത്രാലയം ചില ഗ്രാൻറ്റുകൾ അടക്കമെല്ലാം തന്നെയും അവിടെ അവതരിപ്പിക്കുകയും അത് വോട്ടിനിടുകയും ചെയ്യുന്ന ചില നടപടിക്രമം മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം, ആ ഒരു ബില്ല് ഇന്നിപ്പോൾ ലോക്സഭയിൽ കൊണ്ടുവരുമെന്ന് പറയുകയും നേരത്തെ അത് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ അവസാന നിമിഷം അത് മാറ്റിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു ശീതകാല സമ്മേളനം കഴിയുന്ന വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ മറ്റോ എല്ലാം തന്നെയും അത് കൊണ്ടുവരാനുള്ള ഒരു നീക്കവും ഉണ്ടാകും. എന്തായാലും ഇന്നിപ്പോൾ അത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് BJPയുടെ പ്രകടന പത്രികകളാണ്. അത് RSSൻ്റെ മറ്റൊരു അജണ്ട കൂടിയാണ്. എന്തായാലും അതിനെയും ശക്തമായി എതിർക്കുന്ന പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ശീതകാല സമ്മേളനം ഇപ്പോൾ ഈ ഒരു വാരം കഴിയാൻ പോവുകയാണ്. നമുക്കറിയാം ഈ ഒരു ശീതകാല സമ്മേളനം മുഴുവനും കഴിഞ്ഞ 10-20 ദിവസങ്ങളായി വലിയ രീതിയിൽ പ്രത്യേകിച്ച് അദാനി വിഷയവും കൂടാതെ സംഭൽ വിഷയവും അടക്കമെല്ലാം തന്നെയും രാജ്യസഭയിലേക്ക് പോയാൽ ഈ
ചെയർമാൻ രാജ്യസഭ ചെയർമാൻ്റെ ഏകപക്ഷീയമായ നിലപാടെല്ലാം തന്നെയും ചർച്ച ചെയ്യുകയും അത് പ്രതിഷേധമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ശരിക്കും ഒരു രാജ്യസഭയോ ലോക്സഭയോ കൃത്യമായ ഒരു നടപടിക്രമവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ശീതകാല സമ്മേളനം കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ലോക്സഭയോ രാജ്യസഭയോ കൃത്യമായ രീതിയിൽ സമ്മേളിച്ചിട്ടില്ല, നടപടിക്രമങ്ങൾ കൃത്യമായ രീതിയിൽ പാലിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചർച്ചകളെ ഭയമാണ് കേന്ദ്ര സർക്കാരിന്, ചർച്ചകൾക്ക് അനുവാദം നൽകുന്നില്ല. പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കുന്നത് അവർക്ക് അലർജിയാണ്, ഭയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ വാ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നത്. നമ്മുടെ നിയമസഭയിലേക്ക് നിങ്ങളൊന്ന് വരണം സാർ. ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് 7 അടിയന്തര പ്രമേയങ്ങളാണ് നമ്മുടെ നിയമസഭ ചർച്ച ചെയ്തത്, പ്രതിപക്ഷം മുന്നോട്ട് വച്ചത്. അങ്ങനെ ഒരു നിയമസഭ ഉള്ള ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നത്. നോക്കൂ, നമ്മുടെ സംസ്ഥാനം അവിടെയും വഴികാട്ടുകയാണ് കേന്ദ്രമടക്കമുള്ള മറ്റുള്ളവർക്ക്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.